0 or 1 knapsack problem using backtracking. So 0 or 1 knapsack problem എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. നാപ്സാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ബാഗാണ്. സപ്പോസ് ഒരു ബാഗ്, ഈ ബാഗിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എം ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 5 kg ആണെന്ന് വിചാരിക്കുന്നത്. 5 kg ആണ് ഇതിലേക്ക് മാക്സിമം നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവാണ് ഈ ബാഗ് കൊണ്ട്. ഈ ബാഗിൽ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ 2 kg റൈസിന്റെ ഒരു പാക്കറ്റ് ഉണ്ട്, then 1 kg dal, then 3 kg wheat flour, then 1 kg potatoes. ഇത്രയ്ക്കും ഐറ്റംസ് ആണ് നമുക്ക് നാപ്സാക്കിലേക്ക് ഇൻസെർട്ട് ചെയ്യാനായിട്ടുള്ളത്. ഈ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഓരോ ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ കപ്പാസിറ്റി എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ 5 kg കൂടാൻ പാടില്ല. മാക്സിമം പ്രോഫിറ്റ് വരണം. ഇപ്പോൾ കപ്പാസിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിഗ്മ WI/XI. XI എന്ന് പറയുന്നത് ഓരോ ഐറ്റം, WI എന്ന് പറയുന്നത് ഓരോ ഐറ്റത്തിന്റെ വെയിറ്റ്. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ദ നാപ്സാക്ക് ഷുഡ് ബി ഈസ് എം. അപ്പോൾ WI/XI ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം. പിന്നെ പ്രോഫിറ്റ് ആണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 kg റൈസിന് ഫോർ എക്സാമ്പിൾ 80 rupees, 1 kg ദാലിന് 40 rupees, 3 kg വീറ്റിന് 100 rupees, then 1 kg പൊട്ടറ്റോസിന് 20 rupees ആണെന്ന് വിചാരിക്കാം. അപ്പോൾ പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ ആവണം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. സിഗ്മ PI/XI മാക്സിമൈസ് ചെയ്യണം. ഈസ് മാക്സിമൈസ്ഡ്. ഇതൊരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആണ്. ഐദർ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ആണ് അതിനെ പറയാം. ഇതിനകത്തേക്ക് പ്രോഫിറ്റ് ഏറ്റവും കൂടുതലാവണ വിധത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്ന വിധത്തിൽ എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാം? ആദ്യം ഏറ്റവും കൂടുതൽ വരുന്നതിൽ 3 kg വീറ്റിനാണ്. അപ്പോൾ 3 kg വീറ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ദെൻ ഇപ്പോൾ ഇനി 5 kg വരെ നമുക്ക് 5 kg വരെയാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ 2 kg റൈസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. 80 rupees വരുന്നത്. പിന്നെ അത് ഹയസ്റ്റ് 2 kg റൈസ് ആണ്. പിന്നെ അത് വേറെ ഐറ്റംസിനൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. 3 + 2 5 ആയി. ഇതിൽ വരുന്ന പ്രോഫിറ്റ് എത്രയാണ്? 100 പ്ലസ് വീറ്റിന് 100 ആണ്. ദെൻ റൈസിന് എത്രയാണ്? 80. 180 ആണ് ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത്. ഇതുപോലെയാണ് നമ്മളൊരു നാപ്സാക്ക് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ 0 or 1 എന്ന് പറയുമ്പോൾ ഒരു ഐറ്റത്തിന് എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. അതാണ് 0 or 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 0 or 1 നാപ്സാക്ക് പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫ്രാക്ഷണൽ നാപ്സാക്ക് നമ്മൾ ഗ്രീഡി ടെക്നിക്കലി യൂസ് ചെയ്തപ്പോൾ പഠിച്ചു. ഫ്രാക്ഷണൽ നാപ്സാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഐറ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ എടുക്കാനും പറ്റും. അതിനുള്ള ഓപ്ഷൻ കൂടി അതിനകത്ത് ഉണ്ടായിരിക്കും. കംപ്ലീറ്റ്ലി എടുക്കാം. ഇപ്പോൾ 0 or 1 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി എടുക്കുക അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. ഫ്രാക്ഷണൽ നാപ്സാക്ക് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ 3 kg വീറ്റ് എടുക്കുന്നതിന് പകരം അതിൽ നിന്ന് കട്ട് ചെയ്ത് 2 kg എടുക്കാം. ഒരു ഫ്രാക്ഷൻ എടുക്കാൻ പറ്റും. അത് സോൾവ് ചെയ്യാനാണ് ഗ്രീഡി ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. 0 or 1 നാപ്സാക്ക് ആണ് ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഇപ്പൊ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ട്രീ വരച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഇപ്പൊ ട്രീ വരയ്ക്കുമ്പോൾ ട്രീയുടെ ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ DFS ട്രീ ആണ് വരയ്ക്കേണ്ടത്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രീ ആണ് വരയ്ക്കേണ്ടത്. ഓരോ ട്രീയുടെ ഓരോ നോഡിൽ നമ്മൾ 3 കാര്യങ്ങൾ എഴുതണം. സപ്പോസ് ഇതാണ് ഒരു നോഡ് എന്ന് വിചാരിക്കുക. അപ്പൊ അതിനകത്ത് ആദ്യം കറന്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് എഴുതണം. അതുപോലെ കറന്റ് വെയിറ്റ് എഴുതണം. പിന്നെ ബൗണ്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ എഴുതണം. ബൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ആണ്. ഇത് കറന്റ് പ്രോഫിറ്റ് ആണ് P എന്ന് പറയുന്നത്. ബൗണ്ട് എന്ന് പറയുന്നത് മാക്സിമം എത്ര പ്രോഫിറ്റ് വരാം, ഒരു എക്സ്പെക്ടേഷൻ ആണത്. മാക്സിമം എത്ര വാല്യൂ വരെ വരാം, അതിനെയാണ് ബൗണ്ട് എന്ന് പറയുന്നത്. ബൗണ്ടിങ് ഫംഗ്ഷൻസ് ആർ നീഡഡ് ടു ഹെൽപ്പ് കിൽ സം ലൈവ് നോഡ്സ് വിതൗട്ട് എക്സ്പാൻഡിങ്. അപ്പൊ ഈ ബൗണ്ടിന്റെ വാല്യൂ വെച്ചിട്ടാണ് ഈ നോഡിനെ ഫർദർ എക്സ്പാൻഡ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് ഇടും. 10 lakhന്റെ ഒരു വീട് പണിയാം. അപ്പോൾ മാക്സിമം ഒരു അപ്പർ ബൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അത്രയ്ക്ക് മാക്സിമം അത്രയ്ക്ക് വരുള്ളൂ. അതുപോലെ മാക്സിമം പ്രോഫിറ്റിന് ഒരു അപ്പർ ബൗണ്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നതിനാണ് ബൗണ്ട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ അൽഗോരിതം നമുക്ക് ലാസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞിട്ട് അൽഗോരിതം നോക്കാം. ഇതിന്റെ സ്റ്റേറ്റ് സ്പേസ് ട്രീ വരച്ചിട്ടാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. വി ഗോ ടു ദ ലെഫ്റ്റ് ഫ്രം ദ റൂട്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു ചൈൽഡ് നോഡിനെ, ഒരു ഐറ്റത്തിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് മീനിങ്.
നാപ്സാക്കിലേക്ക് ഐറ്റംസ് ഇടലാണ് നമ്മുടെ ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പൊ ലെഫ്റ്റിലേക്ക് പോവാന്ന് പറഞ്ഞ ഐറ്റത്തിന് ഇൻക്ലൂഡ് ചെയ്യുക, റൈറ്റിലേക്ക് പോവാന്ന് പറഞ്ഞ മീനിങ് എക്സ്ക്ലൂഡിങ് ദാറ്റ് ഐറ്റം എന്നാണ് മീനിങ് വരുന്നത്. Each path from the root to a leaf node is a candidate solution. If the items included up to a node have a greater total profit than the best solution so far, we change the value of the best solution. First 10 items in a PI by WI, profit by weight ratio arrange ചെയ്യണം. പ്രോഫിറ്റ് ബൈ വെയിറ്റ് റേഷ്യോയുടെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതിൽ നിന്നാണ് ഓരോ ഐറ്റംസിനെ നമ്മൾ എടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു റൂട്ട് നോഡാണ് വരയ്ക്കേണ്ടത്. റൂട്ട് നോഡ് എന്ന് പറയുമ്പോൾ റൂട്ട് നോഡിൽ ഓരോ നോഡിലും 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഓരോ നോഡിലും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു വാല്യൂ ആണ് ബൗണ്ട് എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. പ്രോഫിറ്റ് ഓഫ് k - 1 ഐറ്റംസ് പ്ലസ് കപ്പാസിറ്റി അവൈലബിൾ ഫോർ kth ഐറ്റം ഇൻറ്റു pk ബൈ wk. ഇപ്പൊ k - 1 ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റിന്റെ ഒപ്പം, പ്രോഫിറ്റ് ആണ് ബൗണ്ട് എന്ന് പറയുന്നത്, ഒരു പ്രോഫിറ്റ് വാല്യൂ ആണ്. പിന്നെ kth ഐറ്റത്തിന് അവൈലബിൾ ആയിട്ടുള്ള കപ്പാസിറ്റി ഇൻറ്റു pk ബൈ wk. പ്രോബ്ലം നമുക്ക് ചെയ്തു കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ ഫസ്റ്റ് തന്നെ എന്ത് വരയ്ക്കണം? റൂട്ട് നോഡ് വരയ്ക്കണം. റൂട്ട് നോഡിൽ ഓരോ നോഡിലും 3 കാര്യങ്ങൾ എഴുതണം. ആദ്യം എന്ത് എഴുതണം? ഇപ്പോഴത്തെ കറന്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് എഴുതണം. ഇപ്പൊ ഒരു ഐറ്റം പോലും ആഡ് ചെയ്തിട്ടില്ല, അപ്പൊ പ്രോഫിറ്റ് 0 ആണ്. കറന്റ് വെയിറ്റ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് വെയിറ്റ് 0 ആണ്. ഇപ്പൊ ഇവിടെ ഒരു നാപ്സാക്ക്, ഒരു ബാഗ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഒന്നും ഇനീഷ്യൽ റൂട്ട് നോഡ് എന്ന് പറയുമ്പോൾ ഒന്നും ആഡ് ചെയ്യാത്ത ഒരു കണ്ടീഷനാണ് ഇതിൽ വരുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൽ ഓരോ ഐറ്റംസിനായിട്ട് ഈ ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാക്സിമം എത്ര പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാക്സിമം എന്ന് പറയുമ്പോൾ എത്ര ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്. ഞാനൊരു ബൗണ്ട്, ഒരു എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ് ബൗണ്ട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഫസ്റ്റ് ഐറ്റത്തിന് ഫോർ എക്സാമ്പിൾ ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. എത്ര ഐറ്റംസിനെ ആഡ് ചെയ്യാൻ പറ്റും അതിന്റെയൊക്കെ പ്രോഫിറ്റ് എടുക്കുക, പ്ലസ് കപ്പാസിറ്റി ഓഫ് ദ നാപ്സാക്ക് എക്സീഡ് ചെയ്യണ സമയത്തുമ്പോൾ അപ്പോൾ ആഡ് ചെയ്യാൻ റിമൈനിങ് കപ്പാസിറ്റി ഇൻറ്റു ആഡ് ചെയ്യാൻ പോകുന്ന ഐറ്റത്തിന്റെ പ്രോഫിറ്റ് ബൈ വെയിറ്റ് റേഷ്യോ, അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ ഈ പ്രോബ്ലം നോക്കുക. അതിനകത്ത് 4 ഐറ്റംസ് തന്നിട്ടുണ്ട്. കപ്പാസിറ്റി ഓഫ് ദ നാപ്സാക്ക് 16 ആണ് തന്നിരിക്കുന്നത്. 16 kg വരെയാണ് ഇതിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനകത്ത് ബൗണ്ട് ഓരോന്നിന്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ബൈ വെയിറ്റ് റേഷ്യോ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ 40/2 എന്ന് പറയുമ്പോൾ 20, 30/5 6, 50/10 5, 10/5 2. ഇങ്ങനെ പ്രോഫിറ്റ് ബൈ വെയിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. അതിന്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. ഈ ഓർഡറിലാണ് ഐറ്റംസിനെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം പ്രോഫിറ്റ് ഓഫ് k - 1 ഐറ്റംസ്, ആഡ് ചെയ്യാവുന്ന ഐറ്റംസിനൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഐറ്റം വെയിറ്റ് 2 ആണ്, അപ്പൊ അതിനെ ആഡ് ചെയ്യാം. വെയിറ്റ് 16 വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 40 പ്ലസ് നെക്സ്റ്റ് അടുത്ത ഐറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 5 + 2 7 വരെ ആവുള്ളൂ. അതിന് ആഡ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്ടഡ് പ്രോഫിറ്റിന്റെ ഒപ്പം ആഡ് ചെയ്യാം. ദെൻ തേർഡ് ഐറ്റത്തിന്റെ വെയിറ്റ് എത്രയാണ്? 10 ആണ്. 10 നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 10 ഇവിടേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 17 ആവും. അപ്പൊ കപ്പാസിറ്റി എക്സീഡ് ചെയ്യും. അപ്പൊ 10 ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ബൗണ്ടിൽ എന്താണ് ചെയ്യേണ്ടത്? റിമൈനിങ് കപ്പാസിറ്റി, അതായത് കപ്പാസിറ്റി അവൈലബിൾ ഫോർ kth ഐറ്റം. റിമൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ കപ്പാസിറ്റി മൈനസ് ഇപ്പോഴുള്ള കപ്പാസിറ്റി എത്രയാണ്? 7 ഇൻറ്റു പ്രോഫിറ്റ് ബൈ വെയിറ്റ് റേഷ്യോ pk ബൈ wk ഓഫ് ദ kth ഐറ്റം. പ്രോഫിറ്റ് ബൈ വെയിറ്റ് റേഷ്യോ എത്രയാണ് ഇവിടെ? തേർഡ് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് ബൈ വെയിറ്റ് റേഷ്യോ 5 ആണ്. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 115 ആൻസർ കിട്ടും. ഈ 115 ആണ് ഇവിടെ ബൗണ്ടിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഐറ്റവും ആഡ് ചെയ്തിട്ടില്ല, ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ്. റൂട്ട് നോഡ് എന്ന് പറയുമ്പോൾ ഒരു ഐറ്റവും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്രോഫിറ്റും വെയിറ്റും അതിന്റെ റൂട്ട് നോഡിന്റെ പ്രോഫിറ്റ് അതുപോലെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കറന്റ് പ്രോഫിറ്റും കറന്റ് വെയിറ്റും 0 ആയിരിക്കും. ബൗണ്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പെക്ടഡ് വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തതാണ് ബൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോഡ് നോക്കാം. നെക്സ്റ്റ് നോഡ് എന്ന് പറയുമ്പോൾ ഒരു റൂട്ട് നോഡിന്റെ ലെഫ്റ്റിലേക്ക് പോവാന്ന് പറഞ്ഞ മീനിങ്, ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഐറ്റത്തിന് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള മീനിങ് ആണ് എടുക്കുന്നത്. റൈറ്റിലേക്ക് പോവാന്ന് പറയുമ്പോൾ ആ ഐറ്റത്തിനെ എക്സ്ക്ലൂഡ് ചെയ്യാന്നുള്ള മീനിങ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റിലേക്ക് പോവാണ്, വിച്ച് മീൻസ് ഫസ്റ്റ് ഐറ്റത്തിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. ആഡ് ഫസ്റ്റ് ഐറ്റം, നാപ്സാക്കിലേക്ക് ഫസ്റ്റ് ഐറ്റത്തിന് ആഡ് ചെയ്തു. ഫസ്റ്റ് ഐറ്റത്തിന് ആഡ് ചെയ്തു. അപ്പൊ കിട്ടുന്ന നോഡാണ് നമ്മൾ ഇനി വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇതുപോലെ നമ്മൾ എന്ത് എഴുതണം? ഫസ്റ്റ് എഴുതുന്നത് എന്താണ്? ഓരോ നോഡിനും എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതാം. ഫസ്റ്റ് എഴുതുന്നത് പ്രോഫിറ്റ് ആണ്, പിന്നെ എഴുതുന്നത് വെയിറ്റ് ആണ്, പിന്നെ ബൗണ്ട് ആണ് പിന്നെ എഴുതുന്നത്. ഇവിടെ ഈ നോഡിന്റെ പ്രോഫിറ്റ് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ബൗണ്ട് ചേഞ്ച് ചെയ്യില്ല. ലെഫ്റ്റ് ചൈൽഡിനൊന്നും ബൗണ്ട് വാല്യൂ സെയിം ആയിരിക്കും, ചേഞ്ച് ചെയ്യില്ല. റൈറ്റ് ചൈൽഡിനെ വരുമ്പോഴാണ് ബൗണ്ട് വാല്യൂല് ഡിഫറൻസ് വരും. ഇനി പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ഐറ്റത്തിന് ആഡ് ചെയ്തു, ഫസ്റ്റ് ഐറ്റത്തിന് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് എത്രയായിരിക്കും? പ്രീവിയസ് പ്രോഫിറ്റ് 0 ആയിരുന്നു. 0യുടെ ഒപ്പം ഫസ്റ്റ് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എത്രയാണ്? 40. അപ്പൊ 0 പ്ലസ് 40 എന്ന് വരും. അതായത് 40 ആണ് ഫസ്റ്റ് ഐറ്റത്തിന്റെ പ്രോഫിറ്റ്, ഈ നോഡിന്റെ ടോട്ടൽ പ്രോഫിറ്റ്, കറന്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എഗെയിൻ ഇനി ഇതിന്റെ വെയിറ്റ്, ഒരു ഐറ്റം ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വെയിറ്റ് എത്രയാണ്? 0 ആയിരുന്നു നേരത്തെ വെയിറ്റ്. ഈ ഫസ്റ്റ് ഐറ്റം ആഡ് ചെയ്തപ്പോൾ അതിന്റെ വെയിറ്റ് ആഡഡ് ആവണം. അപ്പോൾ 2 ആണ് വെയിറ്റ് വന്നത്. ബി നോഡിന്റെ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെ വരെ പോകണം? ഒരു ഡെഡ് എൻഡ് എത്തണ വരെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെഡ് എൻഡ് എത്തുമ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്യണം. ബാക്ക് ട്രാക്കിംഗ് മെത്തേഡാണത്. ഇപ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഈ ടോട്ടൽ പ്രോഫിറ്റ്, ഇവിടെ എഴുതിയിരിക്കുന്ന പ്രോഫിറ്റ് മാക്സിമം വാല്യൂ വരുന്ന നോഡാണ് നമ്മുടെ ആൻസർ നോഡ്. അപ്പൊ ഇവിടെ എത്ര? ഇനി നമ്മൾ അടുത്ത ഐറ്റത്തിന് ആഡ് ചെയ്യാൻ പോവാണ്. തേർഡ് ഐറ്റത്തിന് ഐറ്റം ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ സെക്കൻഡ് ഐറ്റത്തിന് ആഡ് ചെയ്യണം. ആഡ് ഐറ്റം 2, സെക്കൻഡ് ഐറ്റത്തിന് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്കാണ് എപ്പോഴും പോകേണ്ടത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഐറ്റത്തിന് ആഡ് ചെയ്യുമ്പോൾ അനദർ നോഡ് വരയ്ക്കുക. സെക്കൻഡ് ഐറ്റത്തിന് ആഡ് ചെയ്യുന്ന നോഡ് വരയ്ക്കുക. എഗെയിൻ ഇതിനും ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ്, ബൗണ്ട് ലെഫ്റ്റിലേക്ക് പോകുന്നതുകൊണ്ട് ബൗണ്ടിന് ചേഞ്ച് ഇല്ല. ബൗണ്ട് 115 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? ആദ്യം പ്രോഫിറ്റ് നോക്കാം. പ്രോഫിറ്റ് ഇപ്പൊ കറന്റ് ഇപ്പൊ ഇതുവരെയുള്ള പ്രോഫിറ്റ് 40 ആണ്. 40യുടെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഇപ്പൊ സെക്കൻഡ് ഐറ്റത്തിനെയാണ് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞ് ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ആഡ് ചെയ്ത് പോകും. സെക്കൻഡ് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. 40 പ്ലസ് 30 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 70. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്രയായി? 70. വെയിറ്റ് എത്ര വരും? സെക്കൻഡ് ഐറ്റത്തിന്റെ വെയിറ്റ് 5 ആണ്. അപ്പൊ 2 പ്ലസ് 5 എന്ന് പറയുമ്പോൾ വെയിറ്റ് 7 ആണ്. ഇങ്ങനെ വന്നു. ഇപ്പോഴും കപ്പാസിറ്റി ഓഫ് ദ നാപ്സാക്ക് നമുക്ക് ഇനിയും ഐറ്റത്തിന് ആഡ് ചെയ്യാം. 7 വരെ എത്തിയിട്ടുള്ളൂ. വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നാപ്സാക്കിന്റെ കപ്പാസിറ്റി എത്രയാണ്? 16 ആണ് ടോട്ടൽ കപ്പാസിറ്റി. ഇപ്പോൾ ഇവിടെ 7 എത്തിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ഐറ്റം കഴിഞ്ഞു. ഇനി അടുത്തത് ആഡ് തേർഡ് ഐറ്റത്തിന് ആഡ് ചെയ്യുമ്പോഴും ഇത് ലെഫ്റ്റ് ചൈൽഡാണ്. ഐറ്റം ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ചൈൽഡാണ് നമ്മൾ വരയ്ക്കുക. ലെഫ്റ്റ് ചൈൽഡ് വരയ്ക്കുമ്പോൾ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ബൗണ്ട് ആണ്. 115. ബൗണ്ടിന് ചേഞ്ച് വരില്ല. പ്രോഫിറ്റ് എത്രയാവും? തേർഡ് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എത്രയാണ്? 50 ആണ്. അപ്പൊ 50 70യുടെ ഒപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120 കിട്ടും. തേർഡ് ഐറ്റത്തിന്റെ വെയിറ്റ് എത്രയാണ്? 10 ആണ്. അപ്പൊ 10 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 17 വരും. ഈ ഒരു കേസിൽ നോക്കാം, 17 വന്നു കഴിഞ്ഞാൽ വെയിറ്റ് കപ്പാസിറ്റീനെ എക്സീഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കപ്പാസിറ്റീനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു സൊല്യൂഷൻ പോസിബിൾ അല്ല. കൺസ്ട്രെയിന്റ് വയലേറ്റ് ചെയ്തു. 16 വരെ പറ്റുള്ളൂ. ഇവിടെ വെയിറ്റ് എത്രയായി? 17 ആയി. അപ്പൊ നമ്മൾ ഇതിനെ ഇവിടെ ഒരു ഡെഡ് എൻഡ് വന്നു. എന്നിട്ട് അതിനെ എഴുതാം നോട്ട് ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല അത്. ഈ സൊല്യൂഷനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ലീഫ് നോഡുകളിലാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കൺസിഡർ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം? ബാക്ക് ട്രാക്ക് ചെയ്യണം. ഡെഡ് എൻഡ് എത്തി ബാക്ക് ട്രാക്ക് ചെയ്യും. ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ 1 സ്റ്റെപ്പാണ് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് പോവുക DFSൽ. അപ്പൊ ഇവിടെ 1 സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകുന്നു. അതായത് ഇവിടെ എത്തി, ഈ നോഡിലെത്തി 1 സ്റ്റെപ്പ് ബാക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് മെത്തേഡിൽ ചെയ്യേണ്ടത്. റൈറ്റ് ചൈൽഡിനെ കൺസിഡർ ചെയ്യും. അപ്പൊ റൈറ്റ് ചൈൽഡിനെ കൺസിഡർ ചെയ്യുക. റൈറ്റ് ചൈൽഡിനെ വരയ്ക്കുക. റൈറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? എക്സ്ക്ലൂഡ്. ലെഫ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. എക്സ്ക്ലൂഡ് തേർഡ് ഐറ്റം. ലെഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തേർഡ് ഐറ്റത്തിന് ഇൻക്ലൂഡ് ആണ് ചെയ്തത്. ഇവിടെ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ദ തേർഡ് ഐറ്റം. തേർഡ് ഐറ്റത്തിന് എക്സ്ക്ലൂഡ് ചെയ്ത്. ഇപ്പൊ റൈറ്റ് ചൈൽഡിലേക്ക് പോകുമ്പോൾ ബൗണ്ടൊക്കെ ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ തേർഡ് ഐറ്റത്തിന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള തേർഡ് ഐറ്റം ഇല്ലേ? അപ്പോൾ 1 ഉം 2 ഉം ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രോഫിറ്റ് എത്ര തന്നെയായിരിക്കും? 70 തന്നെയായിരിക്കും. 1 ഉം 2 ഉം മാത്രമുള്ള പ്രോഫിറ്റ് 70 ആണ്. ഈ പ്രോഫിറ്റ് തന്നെയായിരിക്കും. അതുപോലെ വെയിറ്റ് 7 ആയിരിക്കും. ബൗണ്ടിന്റെ കാര്യത്തിൽ വ്യത്യാസം വരും.
ബൗണ്ടിന്റെ കാര്യത്തിൽ ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് കറന്റ് പ്രോഫിറ്റ്, ഇപ്പോഴുള്ള പ്രോഫിറ്റിന്റെ ഒപ്പം 70 പ്ലസ്, ഇന്റർമീഡിയറ്റ് നോഡിൽ അങ്ങനെയാണ് ചെയ്യുക, കറന്റ് പ്രോഫിറ്റ് പ്ലസ് ഇനി എത്ര എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പൊ ഇവിടെ 70 നമ്മൾ എടുത്തു. ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്? ഇവിടേക്ക് വരാൻ കാരണം എന്താണ്? ഫസ്റ്റ് 2 ഐറ്റംസിന് ഈ പാത്താണ് ഇങ്ങോട്ട് വരാൻ യൂസ് ചെയ്തത്. ഫസ്റ്റ് 2 ഐറ്റംസിന് ആഡ് ചെയ്തു, തേർഡ് ഐറ്റത്തിന് ആഡ് ചെയ്തില്ല. അപ്പൊ 1 2 പ്രോഫിറ്റ് ഈ 70 ഉണ്ട്. ഇനി നമ്മൾ തേർഡിന് ആഡ് ചെയ്തിട്ടില്ല. ഇനി എന്തിനും കൂടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഫോർത്തിന് ആഡ് ചെയ്യാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫോർത്തിന് ആഡ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുമോ നോക്കാം. ഇതുവരെയുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 7 ആണ്. ഫോർത്ത് ഐറ്റത്തിന്റെ വെയിറ്റ് എത്രയാണ്? 5 ആണ്. ഇപ്പൊ 7 പ്ലസ് 5 എന്ന് പറയുന്നത് ഫോർത്ത് ഐറ്റത്തിന്റെ വെയിറ്റ് ഇവിടെ 5. 7 പ്ലസ് 5 എത്ര വരും? 12 ആണ് വരുന്നത്. 16 വരെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഫോർത്ത് ഐറ്റത്തിന്റെ ആഡ് ചെയ്ത് ബൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് അത് എടുക്കാൻ കൺസിഡർ ചെയ്യാൻ പറ്റും. കപ്പാസിറ്റിനെ എക്സീഡ് ചെയ്യണമെങ്കിലാണ് കപ്പാസിറ്റി അവൈലബിൾ ഫോർ kth ഐറ്റം ഇൻറ്റു പി കെ ബൈ ഡബ്ല്യു കെ ആ ഫോർമുല യൂസ് ചെയ്തത്. ഇവിടെ ഫോർത്ത് ഐറ്റം ആഡ് ചെയ്യുമ്പോൾ കപ്പാസിറ്റി എക്സീഡ് ആവണില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ മതി. 70 പ്ലസ് 10, ഫോർത്ത് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ എന്ത് കിട്ടി? 80 കിട്ടി. ബൗണ്ട് ഇസ് 80. ഓക്കെ, എക്സ്ക്ലൂഡിങ് ദ തേർഡ് ഐറ്റം. ഓക്കെ, ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരയ്ക്കാം. ഡെഡ് എൻഡ് എത്തണ വരെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ ലെഫ്റ്റ് ചൈൽഡ് ആണ് നമ്മൾ ആദ്യം ജനറേറ്റ് ചെയ്യുക, പിന്നെയാണ് റൈറ്റ് ചൈൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ലെഫ്റ്റ് ചൈൽഡ് എടുക്കുക. ലെഫ്റ്റ് ചൈൽഡ് എടുക്കുമ്പോൾ എഗെയിൻ ലെഫ്റ്റ് ചൈൽഡിന് നോഡ്, ലെഫ്റ്റ് ചൈൽഡ് വരുമ്പോൾ ബൗണ്ടിന് വ്യത്യാസം വരില്ല. സെയിം ബൗണ്ട് തന്നെയാണ്, പാരന്റിന്റെ സെയിം ബൗണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ലെഫ്റ്റ് ചൈൽഡ് എടുക്കാന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യാണ്. ഇനി ഇൻക്ലൂഡ് ചെയ്യാനുള്ള എന്താണ്? തേർഡ് ഐറ്റത്തിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഫോർത്ത് ഐറ്റം ആണ്. അപ്പോൾ ആഡ് ഫോർത്ത് ഐറ്റം. ഫോർത്ത് ഐറ്റം ആഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എത്ര വരും? ഇപ്പൊ 70 ആണ്. ഫോർത്ത് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എത്രയാണ് നോക്കുക. ഫോർത്ത് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഫോർത്ത് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. 10 ആണ് ഫോർത്ത് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് വരുന്നത്. ഫോർത്ത് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് 10 ആണ്. അപ്പോൾ ഈ 70 എന്ന് പറയുന്ന പ്രീവിയസ് പ്രോഫിറ്റിന്റെ ഒപ്പം ഫോർത്ത് ഐറ്റം ആഡ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എടുക്കും. 10 ആഡ് ചെയ്യുമ്പോൾ 80 കിട്ടി. ഫോർത്ത് ഐറ്റത്തിന്റെ വെയിറ്റും അതുപോലെ ആഡ് ചെയ്യും. ഫോർത്ത് ഐറ്റത്തിന്റെ വെയിറ്റ് എത്രയാണ്? ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഫോർത്ത് ഐറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പൊ 5ഉം കൂടി ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പൊ 7 പ്ലസ് 5, 7 പ്ലസ് 5 12. ഇനി ഇവിടെ നമുക്ക് ഇത് ഡെഡ് എൻഡ് ഓരോ നോഡും എത്തുമ്പോൾ അത് ലീഫ് നോഡ് ആയോ എന്ന് ചെക്ക് ചെയ്യണം. ഡെഡ് എൻഡ് ആയോ. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 80 ആണ്. കറന്റ് പ്രോഫിറ്റ് 80 ആണ്. മാക്സിമം എക്സ്പെക്ടഡ് പ്രോഫിറ്റ് എത്രയാണ്? 80 തന്നെയാണ്. അപ്പൊ ഇനി ഇതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് കാര്യമില്ല. എക്സ്പെക്ട് ചെയ്യുന്ന ആ വാല്യൂ ഇത് റീച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിനെ ലീഫ് നോഡ് ആയിട്ട് എടുക്കാം അല്ലെ. കറന്റ് പ്രോഫിറ്റ് 80 ആണ്. മാക്സിമം 80 തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ പിന്നെ ഫർദർ എക്സ്പാൻഷന്റെ ആവശ്യമില്ല. സോ ദിസ് ബിക്കംസ് ദ ലീഫ് നോഡ്. ഈ ലീഫ് നോഡായി. ദെൻ അഗെയിൻ ബാക്ക് ട്രാക്ക്. ബാക്ക് ട്രാക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്ക് ട്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് വരും. ഇതിന്റെ റൈറ്റ് ചൈൽഡിലേക്ക് വരും. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം എന്താണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്? എക്സ്ക്ലൂഡ് ദ ഐറ്റം. ലെഫ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത ഐറ്റം ഏതാണോ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുക. ലെഫ്റ്റിലേക്ക് എന്ത് ഐറ്റം ആണ് ഇൻക്ലൂഡ് ചെയ്തത്? ഫോർത്ത് ഐറ്റം ആണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ ഫോർത്ത് ഐറ്റത്തിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള കേസാണ് ഇവിടെ എഴുതേണ്ടത്. എക്സ്ക്ലൂഡ് ഫോർത്ത് ഐറ്റം. എക്സ്ക്ലൂഡ് അതാണ് റൈറ്റ് സൈഡിലേക്ക് എഴുതുന്നത്. റൈറ്റ് സൈഡിലേക്ക് എഴുതുമ്പോൾ പ്രോഫിറ്റും വെയിറ്റും സെയിം ആയിരിക്കും. ബൗണ്ട് മാത്രം മാറുള്ളൂ. പ്രോഫിറ്റ് എത്രയാണ്? ഫോർത്ത് ഐറ്റത്തിന് ആഡ് ചെയ്തിട്ടില്ലേ. അപ്പൊ പ്രോഫിറ്റ് ഇതുവരെ 3 വരെയുള്ള പ്രോഫിറ്റ് തന്നെയാണ്. 70 തന്നെയാണ് പ്രോഫിറ്റ്. വെയിറ്റ് എന്താണ്? 7 ആണ് വെയിറ്റ്. ബട്ട് ബൗണ്ട് മാറും. ഫോർത്ത് ഐറ്റത്തിന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ബൗണ്ട് എത്രയായിരിക്കും? ബൗണ്ട് എന്നത് കറന്റ് പ്രോഫിറ്റ് 70 പ്ലസ് ഇനി കിട്ടാവുന്ന എക്സ്പെക്ടഡ് പ്രോഫിറ്റ്. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതില്? ഫോർത്ത് ഐറ്റത്തിന് ഇൻക്ലൂഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഐറ്റം ഇല്ല. 4 ഐറ്റംസേ ഉള്ളൂ. അപ്പൊ ഒന്നുമില്ല. അപ്പൊ 0 ആണ്. 70 പ്ലസ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ 70. ഇതിന്റെയും കേസ് നോക്കാം. മാക്സിമം പ്രോഫിറ്റ് ഇതുവരെയുള്ള കറന്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 70 ആയി. എക്സ്പെക്ട് ചെയ്യുന്നത് 70 തന്നെ എക്സ്പെക്ട് ചെയ്യണുള്ളൂ. അപ്പൊ ഇനി ഫർദർ എക്സ്പാൻഷന്റെ ആവശ്യമില്ല. ഓക്കെ, ഈ കേസിന് പറയുന്നതാണ് ബൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം പ്രോഫിറ്റ്. ബൗണ്ട് ഈ കേസിൽ
ബൗണ്ട് ഈക്വൽ ടു ഈ പ്രോഫിറ്റിന്റെ വാല്യൂ ബൗണ്ട് ഈക്വൽ ആയാൽ നമുക്ക് ഇതിനെ ഡെഡ് നോഡായിട്ട് എടുക്കാം, അതായത് ഇതിനെ ലീഫ് നോഡായിട്ട് എടുക്കാം. ഇനി അഗെയിൻ എന്ത് ചെയ്യണം, ലീഫ് നോഡുകൾ എത്തുമ്പോൾ, അതായത് ഒരു ഡെഡ് എൻഡ് എത്തുമ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്ത് പോകണം. ഇവിടെ ഒന്നും കൂടി ബാക്ക് ട്രാക്ക് ചെയ്യുക, 1 സ്റ്റെപ്പ് ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ നോഡിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്, ഫിനിഷ്ഡ് ആണ്. അപ്പൊ വീണ്ടും ഒന്നും കൂടി ബാക്ക് ട്രാക്ക് ചെയ്ത് മുകളിലേക്ക് പോവാം, ഇങ്ങോട്ട് പോവാം. ദെൻ ഇവിടെയും റൈറ്റ് ചൈൽഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാണ്, പിന്നെ അഗെയിൻ ബാക്ക് ട്രാക്ക് ചെയ്തു ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ ഇനി ഇതിന്റെ എന്തെടുക്കണം, ഈ നോഡിന്റെയാണ് ഇനി റൈറ്റ് ചൈൽഡ് എടുക്കേണ്ടത്. ഇതിന്റെ റൈറ്റ് ചൈൽഡിന്റെ കാര്യങ്ങളാണ് ഇനി വരയ്ക്കാനുള്ളത്. അപ്പൊ ഇവിടെ ഇതിന്റെ കുറിച്ച് ഇങ്ങോട്ട് നീക്കി വരയ്ക്കാം. അപ്പൊ ഇവിടെ ഈ നോഡിന്റെ കൺസിഡർ ചെയ്യും. ഇതിന്റെ റൈറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്, ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ഒരു ഐറ്റം ആഡ് ചെയ്യുന്നതാണ്. ഏതായിട്ടാണ്, 2 എന്ന് പറഞ്ഞ ഐറ്റം ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2 എന്ന് പറഞ്ഞ ഐറ്റം ആണ് ആഡ് ചെയ്യുന്നത്. റൈറ്റ് ചൈൽഡ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യാം, എക്സ്ക്ലൂഡ് ഐറ്റം 2. ഐറ്റം 2ന് എടുക്കണില്ല, ഐറ്റം 1നെ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന്റെ റൈറ്റ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ബൗണ്ടിൽ വ്യത്യാസം വരും. പ്രോഫിറ്റും വെയിറ്റും സെയിം ആയിരിക്കും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 40, വെയിറ്റ് എത്രയാണ് 2, ബൗണ്ട് മാറും. ബൗണ്ട് എന്ന് പറയുമ്പോൾ കറന്റ് വാല്യൂ ഓഫ് ദ പ്രോഫിറ്റ്, അതായത് 40 പ്ലസ് ഇനി എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എത്ര ഓരോ ഐറ്റംസിന് ആഡ് ചെയ്താൽ മാക്സിമം എത്ര കിട്ടുന്നു. ഇവിടുത്തെ കണ്ടീഷൻ, ഇവിടുത്തെ സ്ഥിതി എന്താണ്, ഒരു ഐറ്റത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഐറ്റത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തേനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിനൊക്കെ ആഡ് ചെയ്യാം, 3യും 4നെയും ആഡ് ചെയ്യാം. അപ്പൊ മാക്സിമം എത്ര പ്രോഫിറ്റ് വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കാം, 3യും 4നെയും. ഇപ്പൊ ഇവിടെ 40 ആണ് നിൽക്കുന്നത്. തേർഡ് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എത്രയാണ്, 50 ആണ്. തേർഡ് ഐറ്റത്തിന് ആഡ് ചെയ്യുമ്പോൾ കപ്പാസിറ്റി എക്സീഡ് ചെയ്യണ്ടോ നോക്കണം. 10 ആണ് തേർഡ് ഐറ്റത്തിന്റെ കപ്പാസിറ്റി. അപ്പൊ ഇതുവരെ ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. 2 + 10 ചെയ്യുമ്പോൾ 12 ആവണുള്ളൂ അല്ലെ. ഇപ്പൊ 2 ഫസ്റ്റ് ഐറ്റത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഈ തേർഡ് ഐറ്റത്തിന് ആഡ് ചെയ്യുമ്പോൾ, സെക്കൻഡിനെ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത്, എക്സ്ക്ലൂഡിങ് ഐറ്റം 2. തേർഡിനെ ആഡ് ചെയ്യുമ്പോൾ തേർഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. 10 ആഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ്, 12. അപ്പൊ കപ്പാസിറ്റി എക്സീഡ് ചെയ്തിട്ടില്ല. അപ്പൊ തേർഡിനെ ആഡ് ചെയ്യാം, അതിന്റെ പ്രോഫിറ്റ് 50 പ്ലസ്. ഇനി ഫോർത്തിന്റെ കേസ് നോക്കാം, ഫോർത്തിന് ആഡ് ചെയ്യാൻ പറ്റുന്നു. ഫോർത്തിന്റെ എത്രയാണ്, വെയിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഈ 5, ഫോർത്ത് ഐറ്റം 5നെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ 12 ആയി. 12 + 5 എന്ന് പറയുമ്പോൾ 17 ആയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ദെൻ 5 ആഡ് ചെയ്യുമ്പോൾ 17 ആവും. അപ്പൊ കപ്പാസിറ്റി എക്സീഡ് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷന്റെ ഈ പാർട്ട് യൂസ് ചെയ്യണം, കപ്പാസിറ്റി, റിമൈനിങ് കപ്പാസിറ്റി ഇൻറ്റു PK/WK. അപ്പൊ ഫോർത്ത് ഐറ്റത്തിനെയാണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. റിമൈനിങ് കപ്പാസിറ്റി എത്രയാണ്, ഇപ്പൊ 12 ആയിട്ടുണ്ട്. റിമൈനിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 16 - 12, ഇതാണ് റിമൈനിങ് കപ്പാസിറ്റി. 12 ആണ് ഇപ്പോൾ, ടോട്ടൽ കപ്പാസിറ്റി 16 ആണ്. റിമൈനിങ് ഇൻറ്റു PK/WK, ഇതാണ് ചെയ്തത്. ഏത് ഐറ്റത്തിന്റെയാണ്, ഫോർത്ത് ഐറ്റത്തിന്റെയാണ്. PK/WKയുടെ വാല്യൂ 2 ആണ്, ഇൻറ്റു 2. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 98 എന്ന് പറഞ്ഞ ആൻസർ. അതാണ് ബൗണ്ട് എന്ന് പറയുന്നത്, 98 ഇസ് ദ ബൗണ്ട്. അപ്പോൾ കാൽക്കുലേഷൻസ് 98 ആണ്, നമുക്ക് ബൗണ്ടിന്റെ വാല്യൂ 98 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ ഇതുപോലെ ഫർദർ ചെയ്യാം. ഇതിന്റെ റൈറ്റ്, ഇനി ഇതിന്റെ ലെഫ്റ്റ് ചൈൽഡ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ലെഫ്റ്റിലേക്കാണ് ആദ്യം പോവുക. ലെഫ്റ്റ് ചൈൽഡ് എടുക്കുക, ലെഫ്റ്റ് ചൈൽഡിനെ ഇതുപോലെ വരയ്ക്കാം. ഓക്കെ, ലെഫ്റ്റ് ചൈൽഡിനെ വരയ്ക്കുക. ലെഫ്റ്റ് ചൈൽഡിന് പോകുമ്പോൾ എപ്പോഴും ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബൗണ്ട് സെയിം ആയിരിക്കും. ഇപ്പൊ ലെഫ്റ്റിലേക്ക് പോവാന്ന് പറയുമ്പോൾ എന്താണ്, ഐറ്റം ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ സെക്കൻഡ് ഐറ്റത്തിന് ഫസ്റ്റ് ഐറ്റത്തിന് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ഐറ്റത്തിന് എക്സ്ക്ലൂഡ്, ഈ പാത്ത് നോക്കാം. ഫസ്റ്റ് ഐറ്റത്തിന് ആഡ് ചെയ്തു, സെക്കൻഡ് ഐറ്റത്തിന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി തേർഡ് ഐറ്റത്തിനെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ആഡ് തേർഡ് ഐറ്റം, തേർഡ് ഐറ്റത്തിന് ആഡ് ചെയ്ത് കിട്ടുന്ന നോഡാണ് ഈ നോഡ് എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് ഐറ്റത്തിന് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇപ്പോഴത്തെ പ്രോഫിറ്റ് 40 ആണ്. തേർഡ് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എത്രയാണ് നോക്കാം. തേർഡ് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ 40 + 50 എന്ന് പറയുമ്പോൾ എന്ത് വരും, 90 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 90 വരും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിന്റെ വെയിറ്റ് എത്രയായിരിക്കും, തേർഡ് ഐറ്റത്തിന്റെ വെയിറ്റ്, ഇപ്പൊ കറന്റ് വെയിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. തേർഡ് ഐറ്റത്തിന്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കാം. തേർഡ് ഐറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10 + 2 എന്ന് പറയുമ്പോൾ എത്ര വരും, 12 വരും. ഇവിടെ ടോട്ടൽ കറന്റ് വെയിറ്റ് പറയുന്നത് 12 ആയിരിക്കും. 90, 12, 98 എന്നാണ് ഇതിൽ
വരുന്നത്. ഓക്കെ, ഇനി വീണ്ടും ഡെഡ് എൻഡ് ആകുമ്പോഴാണ് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് റൈറ്റ് ചൈൽഡിലേക്ക് പോവാം. വീണ്ടും ലെഫ്റ്റ് ചൈൽഡ് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ലെഫ്റ്റ് ചൈൽഡിലേക്ക് വരാം. ലെഫ്റ്റ് ചൈൽഡിലേക്ക് വരുമ്പോൾ ഇതിന്റെ എന്ത് ചെയ്യണം നമുക്ക്? ഇതിന്റെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ബൗണ്ടിന്റെ വാല്യൂ ചേഞ്ച് വരുന്നില്ല. ലെഫ്റ്റ് ചൈൽഡിന് ബൗണ്ട് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ചൈൽഡിന്റെ ഈ നോഡ് ഞാൻ ഇവിടെ വരയ്ക്കാം. ഇതിന്റെയാണ് ലെഫ്റ്റ് ചൈൽഡ് ബൗണ്ടിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. ഇപ്പൊ 98 തന്നെയാണ് ബൗണ്ട് വരുന്നത്. ഇനി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഐറ്റം ആഡ് ചെയ്യേണ്ടതാണ്. ഇനി ഏത് ഐറ്റം ആണ് ബാക്കി ആഡ് ചെയ്യാനുള്ളത്? തേർഡ് ഐറ്റം കഴിഞ്ഞു ഫോർത്ത് ഐറ്റം ആണ് ഇനി ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർത്ത് ഐറ്റത്തിന് ആഡ് ചെയ്യും. അപ്പൊ ഫോർത്ത് ഐറ്റത്തിന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ വെയിറ്റ് എത്രയാണ്? ഇപ്പൊ പ്രോഫിറ്റ് എത്രയാണ്? 90 പ്ലസ് ഫോർത്ത് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എത്രയാണ് നോക്കാം. ഇപ്പോഴത്തെ പ്രോഫിറ്റ് 90 വരെ എത്തിയിട്ടുണ്ട്. പ്ലസ് എന്ത്? ഫോർത്ത് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 ആണ്. അപ്പൊ 90 പ്ലസ് 10 എന്ന് പറയുമ്പോൾ എത്രയാവും? 90 പ്ലസ് 10 എന്ന് പറയുമ്പോൾ ഇവിടെ 100 വരും. പ്രോഫിറ്റ് 100. വെയിറ്റ്, ഇതുവരെയുള്ള വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എത്തിയിരിക്കുന്ന വെയിറ്റ് 12 ആണ്. 12ന്റെ ഒപ്പം ഫോർത്ത് ഐറ്റത്തിന്റെ വെയിറ്റ് എത്രയാണ് നോക്കാം. ഫോർത്ത് ഐറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ 5 ആണ്. അപ്പൊ 5 12 പ്ലസ് 5 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 17 വന്നു. അഗെയിൻ ഈ നോഡ് എത്തുമ്പോൾ എന്താണ്? കപ്പാസിറ്റി എക്സീഡ് ചെയ്തു. കപ്പാസിറ്റി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫീസിബിൾ അല്ലാത്ത നോഡാണ്. അതൊരിക്കലും ആൻസർ നോഡാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനെ നോട്ട് ഫീസിബിൾ എന്നും കൂടി എഴുതി വെക്കും. നോട്ട് ഫീസിബിൾ, ഡെഡ് എൻഡ് ആയി. അഗെയിൻ നോട്ട് ഫീസിബിൾ ആയിട്ടാണ് ഡെഡ് എൻഡ് ആയത്. നേരത്തേക്ക് മാക്സിമം ഇനി ഫർദർ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഡെഡ് എൻഡ് ആയതാണ്. ഇവിടെ ഈ ആൻസർ തന്നെ പോസിബിൾ അല്ലാത്ത ഒരു ഇതാണ്, കാരണം കപ്പാസിറ്റി എക്സീഡ് ചെയ്തു. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ 2 നോഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോട്ട് ഫീസിബിൾ എന്ന് പറയുന്ന 2 നോഡ് കിട്ടി. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഇവിടെ അഗെയിൻ ഡെഡ് എൻഡ് വന്നു. അഗെയിൻ ബാക്ക് ട്രാക്ക്. ബാക്ക് ട്രാക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും 1 എഡ്ജ് ബാക്ക് ട്രാക്ക് ചെയ്ത് പോവാം. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഏത് ഐറ്റത്തിനെയാണ് ആഡ് ചെയ്തത്? ഫോർത്ത് ഐറ്റത്തിനെയാണ്. അപ്പൊ അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് റൈറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റിലേക്ക് എക്സ്ക്ലൂഡിങ് ഫോർത്ത് ഐറ്റം. എക്സ്ക്ലൂഡ് ഫോർത്ത് ഐറ്റം. റൈറ്റിലേക്ക് പോകുമ്പോൾ ചേഞ്ച് വരുന്നത് എന്തിനാണ്? ബൗണ്ടിന് മാത്രമാണ് ചേഞ്ച് വരുന്നത്. മറ്റേതൊക്കെ സെയിം ആയിരിക്കും. ഇപ്പൊ 90, ഇത് 90 തന്നെ, ഇത് ഇവിടെ 12 തന്നെ. ബൗണ്ട് വ്യത്യാസം വരും, കാരണം ഫോർത്ത് ഐറ്റത്തിനെ ആഡ് ചെയ്തിട്ടാണ് ലെഫ്റ്റിലേക്ക് പോയത്. റൈറ്റിലേക്ക് വരുമ്പോൾ അത് ആഡ് ചെയ്യുന്നില്ല. അപ്പൊ കറന്റ് പ്രോഫിറ്റ് പ്ലസ് എന്താണ് ഇവിടെ? ഫോർത്ത് ഐറ്റത്തിന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് വന്നത്. ഫോർത്ത് ഐറ്റത്തിന് ആഡ് ചെയ്യില്ല, ഇനി ഒന്നിനെ ആഡ് ചെയ്യാനില്ല. അപ്പൊ 0, ബൗണ്ട് 90 തന്നെയായിരിക്കും. എഗെയിൻ ഇവിടെ നമുക്ക് ഡെഡ് എൻഡ് വരും. കാരണം എന്താണ്? ഇപ്പോഴത്തെ പ്രോഫിറ്റും എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റും സെയിം ആയി. ഫർദർ ഇനി ഒന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. എക്സ്പെക്ടഡ് പ്രോഫിറ്റ്, അതായത് ബൗണ്ടും എക്സ്പെക്ടഡ് പ്രോഫിറ്റിനെയാണ് ബൗണ്ട് എന്ന് പറയുന്നത്. അതും കറന്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഴുതുന്ന ഈ പ്രോഫിറ്റ്, അതും രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ ഒരു ഡെഡ് എൻഡ് ഫോം ചെയ്യും. കാരണം ഇനി ഫർദർ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ ലീഫ് നോഡുകളൊക്കെ നോക്കും. ലീഫ് നോഡുകളിൽ നോട്ട് ഫീസിബിൾ എടുക്കില്ല, അല്ലാത്ത ലീഫ് നോഡുകൾ എടുക്കുക. നോട്ട് ഫീസിബിൾ ഇപ്പൊ 2 കേസ് വരുന്നുണ്ട്. പോസിബിൾ അല്ലാത്ത കേസുകളാണ്. അല്ലാത്ത ലീഫ് നോഡുകളിൽ മാക്സിമം പ്രോഫിറ്റ് വാല്യൂ വരുന്ന നോഡിനെയാണ് നമ്മൾ ആൻസർ നോഡായിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ളതിൽ ഇപ്പൊ മാക്സിമം പ്രോഫിറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? 90 ആണ് വന്നിരിക്കുന്നത്. 80, 70, 90 90 ആണ് മാക്സിമം വന്നിരിക്കുന്നത്. ഇനി ഇപ്പൊ ഇത് ഡെഡ് എൻഡ് ആയി കഴിഞ്ഞാൽ ഫുൾ നമ്മൾ ഈ ട്രീ ഇങ്ങനെ വരച്ചു നോക്കണം. ഡെഡ് എൻഡ് കംപ്ലീറ്റ് ഡെഡ് എൻഡ് ആവുന്ന വരെ വരയ്ക്കണം. എന്നിട്ട് അതിൽ മാക്സിമം പ്രോഫിറ്റ് വരുന്ന ലീഫിന്റെ വാല്യൂനെയാണ് എടുക്കുക. ഓക്കെ, നോട്ട് ഫീസിബിൾ സൊല്യൂഷൻസ് കൺസിഡർ ചെയ്യില്ല, കപ്പാസിറ്റി എക്സീഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്യാം. ഡെഡ് എൻഡ് വന്നപ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്തപ്പോൾ ഇവിടേക്ക് ചെന്നു. ഇവിടേക്ക് ചെന്നപ്പോൾ ഇതിന്റെ 2 ചൈൽഡും കഴിഞ്ഞാണ്. അപ്പൊ ഒരു സ്റ്റെപ്പും കൂടി ബാക്ക് ട്രാക്ക് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഈ റൈറ്റ് ചൈൽഡിനെ വരയ്ക്കും. റൈറ്റ് ചൈൽഡിനെ വരയ്ക്കുമ്പോൾ നമുക്ക് അറിയാം റൈറ്റ് ചൈൽഡിന് എന്താണ്? പ്രോഫിറ്റ് വാല്യൂ വെയിറ്റ് വാല്യൂ സെയിം ആണ്. 40 ഉണ്ട്, വെയിറ്റ് 2 ആണ്. ഇവിടെ ആഡിങ് തേർഡ് ഐറ്റം ആണ് ലെഫ്റ്റിലേക്ക് ചെന്നപ്പോൾ. റൈറ്റിലേക്ക് എന്തായിരിക്കും? എക്സ്ക്ലൂഡ് തേർഡ് ഐറ്റം. തേർഡ് ഐറ്റത്തിന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഐറ്റം ഉണ്ട്, സെക്കൻഡ് ഐറ്റം ഉണ്ട്, തേർഡ് ഐറ്റത്തിന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ആണത്. അപ്പൊ ഇതിന്റെ ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എഗെയിൻ ബൗണ്ടിന്റെ ഇതെന്ന് പറയുന്നത് കറന്റ് പ്രോഫിറ്റ് പ്ലസ് ഇനി എന്തോരം പ്രോഫിറ്റ് ഇതിലേക്ക് വരാമെന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് തേർഡ് ഐറ്റത്തിന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇനി എന്തിനും കൂടി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? ഫോർത്ത് ഐറ്റത്തിനും കൂടി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വെയിറ്റ് ഇപ്പൊ എത്രയാണ്? 2 ആണ്. വെയിറ്റ് 2 ആണ് ഈ കേസിൽ. പ്ലസ് ഫോർത്ത് ഐറ്റത്തിന്റെ വെയിറ്റ്, ഇനി ഫോർത്ത് ഐറ്റത്തിനും കൂടിയാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് എക്സ്പെക്ടേഷൻ നോക്കാം. ഫോർത്ത് ഐറ്റത്തിന്റെ വെയിറ്റ് 5 ആണ്. ഇപ്പൊ 5 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 7. അപ്പൊ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഫോർത്ത് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എത്രയാണ്? 10 ആണ്. അപ്പൊ ഈ നമുക്ക് ആഡ് ചെയ്യാം.
കപ്പാസിറ്റി എക്സീഡ് ഒന്നും ചെയ്യില്ല. കപ്പാസിറ്റി എക്സീഡ് ചെയ്യുകയാണെങ്കിലാണ് PK/WK വെച്ച് നമ്മൾ ആ വാല്യൂ എടുക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് 10 ഡയറക്ട്ലി കൊടുക്കാം. 40 പ്ലസ് 10 എന്ന് പറയുമ്പോൾ നമുക്ക് ബൗണ്ടിന്റെ വാല്യൂ എത്ര കിട്ടും? 50. ബൗണ്ടിന്റെ വാല്യൂ 50 കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഇതിന്റെ കേസിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബൗണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50. അതായത് മാക്സിമം ഇതിനെ ഇനി എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ചെയ്താൽ 50 വരെ നമുക്ക് കിട്ടുള്ളൂ പ്രോഫിറ്റ്. അപ്പൊ ബൗണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റിനേലും അതുവരെയുള്ള മാക്സിമം പ്രോഫിറ്റിനേലും ലെസ് ആണെങ്കിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യേണ്ട, ആ നോഡിനെ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തുമാത്രം ഇതിനെ എക്സ്പാൻഡ് ചെയ്താലും 50 കിട്ടാൻ പോണുള്ളൂ അല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ ടോട്ടൽ 90, 70 ഒക്കെ വന്നിട്ടുള്ള നോഡുകൾ ഉണ്ട്. 90, 70, 80. അപ്പൊ പിന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഇതൊരു ഡെഡ് എൻഡ് ആണ്. ഇതിന്റെ അവിടെ നമുക്ക് എഴുതാം ഇങ്ങനത്തെ കേസിൽ, അതായത് ബൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം പ്രോഫിറ്റ് ആണ്. ബൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ, കാണ്ട് ലീഡ് ടു ബെസ്റ്റ് സൊല്യൂഷൻ എഴുതാം. കാണ്ട് ലീഡ് ടു ബെസ്റ്റ് സൊല്യൂഷൻ. അതുകൊണ്ട് ഇതിനെ ഡെഡ് എൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ്? ബൗണ്ടിന്റെ വാല്യൂ ഇതുവരെ വന്ന മാക്സിമം പ്രോഫിറ്റ്, ബൗണ്ട് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം പ്രോഫിറ്റ്. അതുകൊണ്ട് ഇതിനെ ഫർദർ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എഗെയിൻ ബാക്ക് ട്രാക്ക് ചെയ്യാം. ബാക്ക് ട്രാക്ക് ചെയ്ത് ഇവിടേക്ക് വരുന്നു. വീണ്ടും ഇതിന്റെ ലെഫ്റ്റും റൈറ്റും കഴിഞ്ഞാണ്. അപ്പൊ വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്ത് ഈ നോഡിലേക്ക് വന്നു. എഗെയിൻ ബാക്ക് ട്രാക്ക് ചെയ്ത് റൂട്ടിലേക്ക് വന്നു. ഈ റൂട്ടിന്റെ റൈറ്റ് ചൈൽഡിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, റൂട്ടിന്റെ റൈറ്റ് ചൈൽഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? റൈറ്റ് ചൈൽഡിലേക്ക് പോകുമ്പോൾ ബൗണ്ട് വ്യത്യാസം വരും, മറ്റു കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പോ ബൗണ്ടിന്റെ ഇത് റൂട്ടിലേക്ക് വരാന്ന് പറയുമ്പോൾ റൈറ്റ് ചൈൽഡിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഇത് ആഡിങ് ഫസ്റ്റ് ഐറ്റം ആയത്, ഇത് എക്സ്ക്ലൂഡിങ് ഫസ്റ്റ് ഐറ്റം. ഒരു ഐറ്റം ആഡ് ചെയ്തിട്ടില്ല. റൈറ്റിലേക്ക് പോകുമ്പോൾ എപ്പോഴും എക്സ്ക്ലൂഡിങ് ആണ്, എക്സ്ക്ലൂഡിങ് ഫസ്റ്റ് ഐറ്റം. ഓക്കെ, അതായത് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റത്തിനെ റൈറ്റിലേക്കാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാന്നാണ്. ഇവിടെ ലെഫ്റ്റിലേക്ക് ഫസ്റ്റ് ഐറ്റം ഇൻക്ലൂഡ് ചെയ്യാന്നായിരുന്നു, റൈറ്റിലേക്ക് ഫസ്റ്റ് ഐറ്റം എക്സ്ക്ലൂഡ് ചെയ്യാം. അഗെയിൻ ഇതിന്റെ പ്രോഫിറ്റും വെയിറ്റും വ്യത്യാസം വരില്ല. 0, 0. ബൗണ്ട് ചേഞ്ചസ്. ബൗണ്ടിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഐറ്റം എക്സ്ക്ലൂഡ് ചെയ്തു എന്ന് പറയണേ. അപ്പൊ നമുക്ക് ഇനി ഏതൊക്കെ ഐറ്റംസ് ഉണ്ട്? സെക്കൻഡും 3ഉം 4ഉം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ സെക്കൻഡ് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക്. കറന്റ് പ്രോഫിറ്റ് അതായത് 0 പ്ലസ് ഇതിന്റെ കൂടെയാണ് നമ്മൾ ബൗണ്ടിന്റെ വാല്യൂസ് ആഡ് ചെയ്യുന്നത്. സെക്കൻഡിന് ആഡ് ചെയ്യും. സെക്കൻഡിന് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അതിന്റെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് സെക്കൻഡ് ഐറ്റത്തിന് 30. 5 എന്ന് പറയുന്നത് കുഴപ്പമില്ല, നമുക്ക് 16 വരെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഐറ്റത്തിന്റെ നമ്മൾ പ്രോഫിറ്റ് എത്രയാണ്? 30. ഇതിന്റെ ഒപ്പം ആഡ് ചെയ്തു പ്ലസ് തേർഡ് ഐറ്റത്തിന്റെ വെയിറ്റ് എത്രയാണ്? 10 ഇതിന്റെ ഒപ്പം ആഡ് ചെയ്ത് നോക്കുക. 10 പ്ലസ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, എത്രയാണ്? 15 ആയിട്ടുള്ളൂ. അപ്പൊ തേർഡ് ഐറ്റത്തിന്റെ പ്രോഫിറ്റും കൂടി നമുക്ക് നമ്മുടെ ഒപ്പം എടുക്കാം, 50. ഇപ്പൊ 30 പ്ലസ് 15. ഈ ഫോർത്ത് ഐറ്റം ആഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ മാക്സിമം എക്സ്പെക്ടഡ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോർത്ത് ഐറ്റത്തിനെ ഇൻക്ലൂഡ് ചെയ്യുക, അതായത് പ്രോഫിറ്റ് ഓഫ് K-1 ഐറ്റംസ് പ്ലസ് കപ്പാസിറ്റി അവൈലബിൾ ഫോർ kth ഐറ്റം ഇൻറ്റു PK/W. ഈ ഫോർത്ത് ഐറ്റത്തിനെ നോക്കാം. ഫോർത്ത് ഐറ്റത്തിന്റെ വെയിറ്റ് 5 ആണ്. അപ്പൊ അതിന്റെ വെയിറ്റ് 5 എടുക്കാനായിട്ട് ഇവിടെ പറ്റില്ല. കാരണം എന്താണ്? 10 പ്ലസ് 5 15 ആയി. 15 പ്ലസ് 5 വന്നാൽ 20 ആവും. അപ്പൊ നമ്മൾ ഈ പാർട്ട് യൂസ് ചെയ്യണം. കപ്പാസിറ്റി അവൈലബിൾ ഫോർ ദ ഫോർത്ത് ഐറ്റം ഇൻറ്റു P4/W4. ഫോർത്ത് ഐറ്റത്തിന് അവൈലബിൾ ആയിട്ടുള്ള കപ്പാസിറ്റി എന്താണ് ഇവിടെ? 15 വരെ എത്തി. അപ്പോൾ 16 ആണ് ടോട്ടൽ കപ്പാസിറ്റി മൈനസ് 15 ഇൻറ്റു പ്രോഫിറ്റ് PK/WK ഓഫ് ഫോർത്ത് ഐറ്റം എന്ന് പറയുന്നത് 2. ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 1 × 2 എന്ന് പറയുമ്പോൾ 2 വരും. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 82 എന്ന് കിട്ടും. 82 ആണ് ബൗണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം ഇതിനെ ഡെഡ് എൻഡ് ആക്കാൻ പറ്റുമോ നോക്കുക. കാരണം ഇവിടെ നമുക്കൊരു ടോട്ടൽ പ്രോഫിറ്റിന്റെ മാക്സിമം പ്രോഫിറ്റ് ഇതുവരെ വന്നിരിക്കുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 90 ആണ്. 90-നേലും കുറവാണത് 82. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പോയാലും മാക്സിമം 82 വരെ കിട്ടുള്ളൂ. നമുക്ക് ഓൾറെഡി 90 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് കാണ്ട് ലീഡ് ടു, ഇവിടെ പറഞ്ഞ ഈ കേസ് പോലെ പറയാം, കാണ്ട് ലീഡ് ടു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയാം. ലീഡ് ടു ബെസ്റ്റ് സൊല്യൂഷൻ. ഇതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കഴിഞ്ഞു, പ്രോബ്ലം കഴിഞ്ഞു. ഇതുവരെ കിട്ടിയ ലീഫ് നോഡുകളിൽ നോട്ട് ഫീസിബിൾ നമ്മൾ എടുക്കില്ല, കാണ്ട് ലീഡ് ടു ബെസ്റ്റ് സൊല്യൂഷൻ എടുക്കില്ല. അല്ലാത്ത നോഡുകളിൽ ഏതൊക്കെയാണ് കൂടുതൽ വരുന്നത്? 80, 70, 90. അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? 90 ആണ്. അപ്പൊ അതാണ് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ദാറ്റ് മീൻസ് ആൻസർ. ആൻസർ നോഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എത്രയാണ്? നമുക്ക് കിട്ടിയ പ്രോഫിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 90 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഈ ഏതൊക്കെ ഐറ്റംസ് ആണ് ആഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ 90ലേക്ക് എങ്ങനെ വന്നു നോക്കണം.
റൂട്ട് ചെയ്യുന്ന 90ലേക്ക് എങ്ങനെയാണ് വന്നത് നോക്കാം. 90 എന്ന് പറയുന്ന നോഡ്, നമ്മൾ പറയുന്ന നോഡ് ഇതാണ്. ഇതിലേക്ക് എങ്ങനെയാണ് റൂട്ടിൽ വന്നത് നോക്കാം. ഇവിടെ നിന്ന് ആദ്യം ലെഫ്റ്റിലേക്ക് പോയി, അതായത് ഫസ്റ്റ് ഐറ്റത്തിനെ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ദെൻ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരാന്ന് പറയുമ്പോൾ എക്സ്ക്ലൂഡിങ് സെക്കൻഡ് ഐറ്റം എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, തേർഡ് ഐറ്റം എടുത്തു. പിന്നെ ഫോർത്ത് ഐറ്റം എക്സ്ക്ലൂഡ് ചെയ്തു, ഫോർത്ത് ഐറ്റം എടുത്തിട്ടില്ല. അപ്പോൾ 2 ഐറ്റം മാത്രമാണ് ഇതിൽ എടുത്തിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയ പ്രോഫിറ്റ് ആണ് 90 എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ.